രാഹുൽ ഈശ്വർ, ആരിഫ് ഹുസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റി മുറിയൻഡി ആരിഫ് ഹുസൈൻ എന്ന് പറയേണ്ടി വരും. അത് മൂപ്പരുടെ നിരാശ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ പരിഹാസമൊന്നുമല്ല. ഇപ്പം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണതാണ്, ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. ഒരു BJP അനുഭാവിയൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചായ്വൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാള്. പിന്നെ ആരിഫ് ഹുസൈൻ എന്ന് പറയുമ്പോൾ അയാൾ ഒരു ഡോക്ടറായിരുന്നു, ഹോമിയോ ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെ എക്സ് ഡോക്ടറാണ്, എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ്, എക്സ് മുസ്ലിം ആണ്. അതാണ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരെ കുറച്ച് പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ മൂപ്പരെ കുറച്ച് നിരാശകളും മൂപ്പര് ഈ പറയുന്ന കാര്യത്തിൽ നിന്നെടുത്ത് എനിക്ക് പറയാനുണ്ട്. ഒന്നാമത് ഈ ഏറ്റവും വലിയൊരു നിരാശ എനിക്ക് തോന്നുന്നുണ്ട് മൂപ്പരുടെ ഈ മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്ന സാധനം എല്ലാവർക്കും അറിയാലോ, സുന്നത്ത്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, അത് ജൂതരും ചിലപ്പോൾ ക്രിസ്ത്യാനികളും മനുഷ്യരെ അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് എന്തെങ്കിലും നന്മ കാണുന്ന അല്ലെങ്കിൽ ശരീരത്തിനും ഒക്കെ ഗുണം ചെയ്യുന്ന ആളുകൾ അതൊക്കെ ചെയ്യലുണ്ട്. ഇത് മുസ്ലിങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് തെറ്റ്, അത് മോശമാണ്, അത് ഭയങ്കര വൃത്തികേടാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു യുക്തി ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തായാലും മൂപ്പരനാണ് അത് പറയേണ്ടത്. മൂപ്പർക്ക് ഏതായാലും ആ രീതിയിലൊരു നിരാശയാണ്. ഏതെന്നാണെന്നുണ്ടെങ്കിൽ മൂപ്പർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊടുക്കുന്ന മറുപടി സത്യത്തില് ആർക്കും ചിലപ്പോ ഇങ്ങനെ ചിന്തിച്ചു നോക്കാൻ പോലും പറ്റില്ല. കാരണം മൂപ്പരും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ ആരിഫൊന്നും. ഏതെന്നാലും സംഭവം ഒന്ന് കണ്ടോക്കെ. എല്ലാ മുസ്ലിം വീടുകളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറിയും കുറഞ്ഞിരിക്കുന്ന ജിഹാദി സംഘടനകൾ തന്നെയാണ് ഓരോ മുസ്ലിം വീട്. കാരണം എന്താണ്, നമുക്കൊക്കെ ഓരോ മുസ്ലിം പെൺകുട്ടികൾ ചിത്രങ്ങൾ അയച്ചു തന്നെ ചെവിയൊക്കെ അടിച്ച് പൊട്ടിച്ചതിൻ്റെ ചോരയൊക്കെ വലിക്കുന്നത്. കാരണം എന്താണ്, അവർ മതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. കാരണം മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതും ഈ പറയുന്ന ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ്. ഇനി കോണ്ടെക്സ്റ്റ്, ഈ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞു ഒരു യുദ്ധ സന്ദർഭത്തിലല്ല, വെറുതെ നിൽക്കുന്ന സമയത്താണ്. മക്ക വിജയത്തിന് ശേഷമാണ് പറയുന്നത്. ഇനി അതേപോലെ എന്താണ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ പെനിൻസുല ഓടിക്കുന്നു പറഞ്ഞത് മരിക്കാൻ കിടക്കുമ്പോഴാണ് പറയുന്നത്, യുദ്ധ സന്ദർഭത്തിലല്ല. ഇഷ്ടംപോലെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മുസ്ലിം പെൺകുട്ടികൾക്ക് അടിച്ച് ചോരൊക്കെ പൊളിച്ച് ഒരു സമാധാനം, സൗകര്യം, സന്തോഷം, ഒരു തരത്തിലുള്ള ഒരു മനസ്സിനെങ്കിലും ഒരു ഇത്തിരി നേരത്തേക്കെങ്കിലും സന്തോഷം കടന്നു വരാത്ത മുസ്ലിം പെൺകുട്ടികളൊക്കെ ഉണ്ട് അത്ര. മുമ്പ് പറയുന്ന ആ ഒരു ധ്വനി കണ്ടു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള എല്ലാ ഇസ്ലാമിൽപ്പെട്ടുള്ള മുസ്ലിം പെൺകുട്ടികളും മതം വിട്ട് കഴിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരിഫ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരിഫ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു തരണം, അയ്യോ ഞാനിതാ കഷ്ടപ്പെടാൻ, എന്നെ ഇവിടെ ഇട്ട് കൊല്ലുകയാണ്, എന്നെ ഇവിടെ കൊല്ലാതെ കൊല്ലുകയാണ്, എന്നെ ഇവിടെ ഉപദ്രവിക്കാൻ, എന്റെ ചെവിയൊക്കെ അടിച്ച് പൊളിച്ച് ചോര ഇതാ വരുന്നൊക്കെ പറഞ്ഞ് കാണിച്ചു വരുന്ന ആ സ്ത്രീകളെ വരണം നിങ്ങൾ. ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞില്ല, ഒരു സ്ത്രീന് ആ രീതിയിൽ ഇനിയിപ്പോ മതത്തിന്റെ പേരിലാണെങ്കിലും ശരി, എന്തൊരു തരത്തിലുള്ള ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും സ്ത്രീകളെയും കുട്ടികളൊക്കെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും വലിയ ചോയ്സ് അല്ലെങ്കിൽ വലിയൊരു ഓപ്ഷൻസ്, നല്ലൊരു സ്കോപ്പ് അവിടെ ഇല്ലായിരുന്നോ? കാരണം ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആരിഫ്ക്ക് നല്ലൊരു സ്കോപ്പ് ഇല്ലായിരുന്നു. ആ സ്ത്രീനെ മുൻനിർത്തിങ്ങാണ്ട് നിയമ പോരാട്ടം ഏതെങ്കിലും രീതിയിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ആ സ്ത്രീനെ മുൻനിർത്തിങ്ങാണ്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള സ്ത്രീകൾ ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നല്ലൊരു ഒരു അവസരമായിരുന്നല്ലോ അത്. നിങ്ങൾ അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അത് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ളതല്ലേ. അപ്പൊ നിങ്ങൾ ആ ഒരു സ്ത്രീനെ കൊണ്ടുപോവാ, നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാ. ഇനി ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീട്ടുകാരൊക്കെ വെറുത്ത് ഒഴിവാക്കിയിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളെ അങ്ങനെയൊന്നല്ല. ഒരു കുടുംബത്തിൽ ജീവിച്ച് ആ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന അങ്ങനെ മതം വിട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അടിച്ച് ചെവിയൊക്കെ പൊളിക്കാൻ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ആദ്യം കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞുള്ള കാര്യം, ഓരോ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഓരോ മുസ്ലിം വീടുകളിലും ഏറിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജിഹാദികളാണുള്ളത്. ഇയാളുടെ ബാപ്പ ഇയാൾക്ക് തിന്നാൻ കൊടുത്ത് അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു ശരീരത്തിലുള്ള ഇറച്ചിന്റെ അംശങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ ഭൂരിഭാഗവും ഈ പറയുന്ന മർക്കസ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥാപനത്തില് ഇയാളുടെ ബാപ്പ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സമ്പാദ്യത്തിൽ നിന്നാണ് ഇയാൾ വളർന്നിട്ട് ഈ രൂപത്തിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് വിമർശിക്കുന്നത്. ഇനി വേറെ നിരാശ പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികളൊക്കെ അടിച്ച് ചെവിയൊക്കെ പൊളിച്ച് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യന്റെ സ്ഥിതി ഇപ്പൊ എന്താണ് മിസ്റ്റർ ആരിഫ് ഹുസൈൻ? അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ, ബോധ്യം, കൃത്യത, എന്തെങ്കിലും അറിവുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ എത്തിച്ചിട്ട് പോയത് മിസ്റ്റർ ആരിഫ് ഹുസൈൻ? എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഇസ്ലാമിന്റെ ഉള്ളിൽ ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടിക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ നിങ്ങളുടെ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് വേണ്ട അങ്ങനെയുള്ള കാര്യത്തിന് ഒരു നിരൂപണം പറയാനോ അല്ലെങ്കിൽ ഒരു വിമർശനം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊന്നല്ലാതെ നിങ്ങളുടെ ഈ അറ്റം പോയിട്ടുള്ള ഒരു നിരാശയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ എത്തിച്ച് പോയിട്ടുള്ള നിരാശയും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നിലയും വിലയും ഒക്കെ ആലോചിച്ചിട്ട് ഇയാൾക്കുള്ള ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു നിരാശക്ക് കൂടി വന്നിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മിസ്റ്റർ എന്ത് പറയാനാണ്? ഇനി രാഹുൽ ഈശ്വരൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടാ ഈ ഒരു പറഞ്ഞുള്ള സാധനത്തിന്.
ഒരാളെ പറയും. ഇഷ്ടംപോലെ കൊന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ബദർ കൊള്ളയിൽ കൊന്നിട്ടുള്ള അതിനെ കൊല്ലാം എന്ന് പറഞ്ഞ ഒറ്റയാളെ പറയും. ഉണ്ട്. ബദർ കൊള്ളയിൽ പിടിച്ച ആളുകളെ കൊന്നിട്ടുണ്ട്. മക്ക വിജയത്തിന്റെ സമയത്ത് അല്ലല്ല പറഞ്ഞുതരാം. മക്ക വിജയത്തിന്റെ സമയം തന്നെ എടുക്കാം. മക്ക വിജയം ഇത് സംഭവം എന്താണെന്നറിയോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇയാളുടെ ചാനൽ എടുത്ത് നോക്കി ഇനി വേറെ സാധനം പറയുന്നുണ്ട്. ആ സാധനം പറയുമ്പോൾ ഞാൻ പറയാന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞുള്ള ഒരു സാധനം ഈ പറഞ്ഞ പോലെ ഈ മുഹമ്മദ് നബി ഏതെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു ഫൈറ്റാണ്, വാറാണ്, ഇതൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധ സന്ദർഭത്തിൽ മുഹമ്മദ് നബി ആരെയും കൊന്നിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് അക്രമം സംഭവിച്ചിട്ടുണ്ടോന്നോ എന്നുള്ളത് ഒരു എന്താ പറയാ, അത് തെരഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ മുഹമ്മദ് നബിക്ക് അയാളുടെ അടുത്ത് എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യോ ദേഷ്യം തോന്നിയതിന്റെ പേരിൽ ഒരാളെ കൊന്നിട്ടുണ്ടോന്ന് ഈ രാഹുൽ ഈശ്വരൻ ചോദിക്കുമ്പോൾ ബദ്ർ യുദ്ധത്തിൽ ഒരുപാട് പേര് കൊന്നിട്ടുണ്ടെന്ന് പറയുമ്പോ ഇയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് അപ്പം ഉണ്ടോ? അത് ഒറ്റപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കൊല്ലയാണ് ഈ ബദറിൽ അല്ലെങ്കിൽ അതിനു മുമ്പും ഒരുപാട് യുദ്ധങ്ങൾ അതിനു മുമ്പും ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഒരാളെ കൊന്നെന്ന് ചോദിക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇയാളുടെ ഒരു സംഭവം തെറ്റിദ്ധരിപ്പിക്കലാണ്. മെയിൻ തെറ്റിദ്ധരിപ്പിക്കണം. ഏതെങ്കിലും ഒരു കാര്യം ഒരാള് ഇപ്പൊ ഒരു വിശ്വാസത്തിലുള്ള ആള് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഏതൊരു മതത്തിലുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ വരുമോ? മുഹമ്മദ് അങ്ങനെയുള്ള ഒരാളാണ്, ഇസ്ലാം എന്ന് പറഞ്ഞ മതം എങ്ങനെയാണ്? ആ രീതിയിലുള്ള ഒരു പണിയാണ് ഇയാളൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ആരും ഇവിടെ മനസ്സിലാക്കുന്നില്ല എന്നൊരൊറ്റ ഒരു വലിയൊരു കാര്യം. പിന്നെ ഇയാളുടെ കമന്റ് ബോക്സിലും ഇയാളുടെ ഓരോ വീഡിയോസിന്റെ തമ്പനയിലും ക്യാപ്ഷൻസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് വന്ന സമയത്ത് മുഹമ്മദ് നബി ഒരു ലിസ്റ്റ് കൈമാറുകയാണ്. ഇന്ന ആളുകളുണ്ട്, ഇവരൊക്കെ പിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൈമാറിയിട്ടാണ് കൊല്ലാൻ വേണ്ടി വിടുന്നത്. അതുകൂടാതെ നിങ്ങൾ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ 4 മാസം സമയം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ആ സമയം അവർക്ക് പശ്ചാത്തപിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ദൈവവിശ്വാസം തീരുമാനം എടുക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നു. എന്നിട്ടും വരാത്ത ആളുകളെ നിങ്ങൾ ഇനി നോക്കേണ്ട, വെട്ടിക്കൊന്നേക്കൊന്ന് പറയുകയും അങ്ങനെ കൊന്ന ആളുകളുടെ പേരുണ്ട്. ഇനി പേര് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5-6 പേര്, അബൂബക്കർ, സുലൈമാൻ, ഇതൊക്കെ അതിൽ പെടുന്ന പേരുകൾ തന്നെയാണ്. മൂപ്പരിങ്ങനെ അബൂബക്കർ സുലൈമാൻ എന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന ആളുകൾ വരയ്ക്കും ആരൊക്കെ ഉണ്ട്. സത്യത്തിൽ അതിന്റെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു എവിഡൻസ് അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ അബൂബക്കറിനും സുലൈമാനും ഹനുമാൻ എന്നൊക്കെ പറയേണ്ട ആ ഒരു സോയ്സ് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ രാഹുൽ ഈശ്വരനൊക്കെ കൊടുത്ത മറുപടി പോലുള്ള സാധനമായിരിക്കും, തെറ്റിദ്ധരിപ്പിക്കലായിരിക്കും. ഇതൊക്കെയാണ് അവിടെ കണ്ണുമുക്കില്ലാതെ 100 കണക്കിന് ആളുകളെയാണ് കൊന്നു തള്ളിയത്. ബനു ഖുറൈള കൂട്ടക്കൊല അവിടെ നടത്തിയത് എന്താണ്? അതും ഇതേപോലെ കൊച്ചു കുട്ടികളെ അടക്കം തുണി പൊക്കി നോക്കിയിട്ട് രോമ വളർച്ച ഉണ്ടോ നോക്കിയിട്ട് രോമം വളർന്നു എന്ന് കണ്ട് അത് മുതിർന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദയോ ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നു തള്ളിയ ആളെയാണ് കാരുണ്യത്തിന്റെ മാതൃകയായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്. നമുക്ക് വിളിക്കാൻ കഴിയില്ല. ചരിത്രത്തിലില്ലേ അവിടെ അത് ഇനി നമ്മൾ തർക്കത്തിലേക്ക് പോകണമെങ്കിൽ അത് പ്രശ്നമാണ്. അത് ഇനി സമയം ഒരുപാട് പോകും. നമ്മൾ അത് പറഞ്ഞപ്പോ സമയം പോവും, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. എല്ലാ മതത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മതത്തിന്റെ ചര്യയിലും ചരിത്രത്തിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ചരിത്രപരമായിട്ട് എഴുതപ്പെട്ടുള്ള ഏടുകളിലും മതഗ്രന്ഥങ്ങളിലും അതല്ലെങ്കിൽ ഓരോ മതത്തിന്റെ ഓരോ ബേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് പറയാണ് സമയം പോവും, അത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ്. ഇതിൽ മനസ്സിലാക്കുക, ഇതാർക്കോ വേണ്ടി എടുക്കുന്ന പണികളാണ്. ഇപ്പം ഈ സംഘപരിവാറിന് എടുക്കുന്ന പണിയാവും. അതല്ലെങ്കിൽ ഇവിടെ കാസ എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂസന്മാരുണ്ട്, വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും വെറുപ്പിച്ച് ഒരു തരത്തിൽ അവർക്കൊരു സന്തോഷമോ അതല്ലെങ്കിൽ ഈ സംശയം കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഈ കാസപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം ആളുകൾ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ഓൺലൈനിൽ ഇരുന്ന് കണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലും തെറി പറയലും കമന്റ് അടിക്കലും ഇങ്ങനെ ഈ മറ്റേ വിമർശനങ്ങളും വിരോധനങ്ങളും ഇങ്ങനെയൊക്കെ പടർത്തി കണ്ട് ജീവിക്കുന്ന ഒരു തരം ആളുകളാണ് ഈ കാസക്കാരും ഈ പറയുന്ന സംഖ്യകൾ. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആണുങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഈ സംഖ്യകൾക്ക് പറ്റും, പക്ഷെ കാസക്കുണ്ടന്മാർക്ക് അതിന് പറ്റൂല. ഇസ്ലാമിക് ടെററിസത്തെയും ഇസ്ലാമിനെയും അവിടെ ചിത്രീകരിച്ച് അതിൻ്റെ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ദയവായിട്ട് ഇതിന്റെ പ്രേക്ഷകരായി ഇത് മനസ്സിലാക്കേണ്ട സാധാരണ മുസ്ലിങ്ങൾ അതിനകത്തേക്ക് വലിച്ചിടരുത്. അവരെയാണ് നിങ്ങൾ അവിടെ കുഴപ്പത്തിലാക്കുന്നത്. ഇത് രണ്ട് ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് എന്തോ ഒരു സ്നേഹമാണ് അല്ലേ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ. മുസ്ലിങ്ങളെ പറയുന്നതല്ല ഇസ്ലാമിനാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഈ പറയുന്ന ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ ടൈറ്റിൽസ്, തമ്പനെയിൽസ്, ക്യാപ്ഷൻസ് ഇയാൾ ഓരോ രീതിയിലും ഈ സംസാരത്തിന്റെ ഇടയിലൊക്കെ ഇടുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. മുറിയണ്ടി, കോയ, അതല്ലെങ്കിൽ മദ്രസ പൊട്ടൻ, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരെ മാത്രമാണോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള മുസ്ലിങ്ങൾക്കെതിരാണോ? ഇങ്ങനെ വല്ലതും അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കണ്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ആരിഫേക്കുള്ളത്. കാരണം ജോലിയില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു വരുമാനം കൂടി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വേറെ എവിടെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നുണ്ടോ? ഇനി കിട്ടുന്നുണ്ടോ? അത് വേറെ വഴിക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ.
അപ്പൊ സ്വന്തം ജോലി അത് കുറ്റാണ്. ഇയാളെ അടുത്ത് എന്താ പറയാ, ആരും ഈ പരിശോധനക്കും അതല്ലെങ്കിൽ ചികിത്സക്കും ഒന്നും വരാത്തവരുടെ കൂടെ ഹോമിയോനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ അലോപ്പത്തി, ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദം, ഈ ഒരു സാധനങ്ങളൊക്കെ ഓരോ കാറ്റഗറി പെട്ടുള്ള സാധനങ്ങൾ. അതിൽ ഹോമിയോ ഭയങ്കര തരം താഴ്ന്നതാണ്, വൃത്തികെട്ട ഏർപ്പാടാണ്. മൂപ്പർക്ക് എന്താ പറയാ, ആ ഒരു സാധനത്തിന്റെ ആരും വരുന്നില്ല. അതിപ്പോ ഇയാൾ ഇനി എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ തണ്ടാവും. ചില ആളുകളുടെ കൈ എങ്ങനെയാണ്, ഒരു കച്ചവടം തുടങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് തുടങ്ങി കഴിഞ്ഞാലോ അത് ഒരു ബിസിനസ് പരമായിട്ട് മുമ്പോട്ട് പോകണമെന്നില്ല, കൈ നന്നാവണം. അതാണ് വേറെ പ്രശ്നം. എന്തെന്നാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ നിരാശയാണ്. ഇപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നതല്ല, അത് അങ്ങനെ ആരും വിചാരിക്കരുത്. ദയവായിട്ട് അങ്ങനെ വിചാരിക്കുന്നതൊക്കെ മാപ്പ് കേണ് അപേക്ഷിക്കുന്ന ആ ആളുകൾ വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇയാളുടെ ക്യാപ്ഷൻസും കമ്പനിയിലും ഇയാൾ കൊടുക്കുന്ന റിപ്ലൈസോ അല്ലെങ്കിൽ ഇയാളുടെ വീഡിയോകൾക്ക് ഉൾപ്പെടുന്ന പല പല ഭാഷകളും ഇയാളിപ്പോ ഈ രാഹുലീശ്വരം പറയുമ്പോൾ തന്നെ പല രീതിയിൽ പരിഹസിക്കുക, പുച്ഛിക്കുക, ഒരു ചിരി ഒരു ഫിറ്റ് ചെയ്ത് കണ്ട് ഇരിക്കുക ചെയ്യുന്നത്. സത്യത്തിൽ ഈ സംവാദം മുഴുവൻ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്യാണത്തിന് പോകുമ്പോ ഇട്ട വസ്ത്രത്തിൽ അപ്പിയിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും, അതേ രീതിയിലുള്ള അവസ്ഥ ഈ സംവാദത്തിൽ ആരിഫ് ഹുസൈൻ ഉണ്ടായിട്ടുണ്ട്. അതൊന്നൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞല്ലോ ഈ മുറിയണ്ടി, ആന്റി മുറിയണ്ടി ആരിഫ് ഹുസൈൻ എന്നൊക്കെ അറിയപ്പെടുന്നത്, അച്ഛൻ ചെത്തുന്നത് വലിയ തെറ്റാന്ന് പറഞ്ഞാണ്ട് അത് അതിന്റെ ഗുണം ദോഷം ഒന്നും ഇവിടെ ആരും പറയുന്നൊന്നുമില്ല. അത് തെറ്റാന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ പോയി കണ്ട് ഹർജിയൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ഇയാള്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇയാളുടെ നിരാശ എന്താണെന്ന്. നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ഇത്തരം ഡിബേറ്റുകൾ അങ്ങേപോലുള്ളവരോ അല്ലെങ്കിൽ യുക്തിവാദ സ്പേസ് നടത്തുന്നവരോ ചെയ്യുന്നത് പോലെ നമ്മൾ ഭക്തിവാദികളോ അല്ലെങ്കിൽ വിശ്വാസികളും ചെയ്യണം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ചെയ്യണം. റാഷണലിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ഒരു ഇന്റലക്ച്വൽ ഓപ്പൺനെസ്, ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഡിബേറ്റ് നമ്മുടെ ഇടയിൽ കുറച്ച് കുറവാണ്. നമ്മൾ കുറച്ചുകൂടെ ബിലീഫ് ഓറിയന്റഡ് ആണ്, പകരം കുറച്ചുകൂടെ ഡിബേറ്റ് ഓറിയന്റഡ് ആകുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ സംശുദ്ധമാക്കാൻ സഹായിക്കും. ഇനി എന്റെ ഒരു കൺക്ലൂഷൻ കൂടി, ഞാൻ വിശ്വസിക്കുന്ന പാരമ്പര്യം തന്റെ അമ്പലത്തിനുള്ളിൽ തന്റെ മുസ്ലിം സുഹൃത്തായ വാവർക്ക് വേണ്ടി നടവെക്കുമ്പോൾ വാവർക്ക് ഹലാൽ അല്ല വിഗ്രഹാരാധന എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ വാവറിന്റെ വിഗ്രഹമോ പ്രതിമയോ വേണ്ട, പകരം ഒരു ആർച്ച് മാത്രം വെച്ചാൽ മതി എന്ന് പറയുന്ന അയ്യപ്പന്റെ പാരമ്പര്യമാണ്. അതായത് വാവരസ്വാമിക്ക് വേണ്ടി ഹിന്ദു അമ്പലത്തിനുള്ളിൽ ഒരു ഓർമ്മയുടെ സ്ഥലം വെക്കുമ്പോൾ വാവർക്ക് ഹലാലായത് മാത്രം എന്റെ അമ്പലത്തിനുള്ളിൽ മതി എന്ന് പറയുന്ന പരസ്പര യോജിപ്പിന്റെയും ബഹുമാനത്തിന്റെയും ഇന്നും ഒരുപാട് ഹിന്ദുക്കൾ അവിടെ പോയി മൗലവിമാരെ തൊട്ട് വന്നിച്ച് ഭസ്മം മേടിച്ചാണ് ഞങ്ങൾ ശബരിമലയിൽ പോകുന്നത്. ഒരുമയുടെ ഒരുപാട് മന്ത്രങ്ങളും സൂക്തങ്ങളും ആയത്തുകളും വേഴ്സുകളും നമുക്കുണ്ട്, വിഘടിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. അതിൽ ഒരുമയുടെ കാര്യങ്ങൾ എടുത്ത് ഒരു പുതിയ സ്പേസ് ഉണ്ടാക്കുക. അങ്ങടക്കമുള്ള എക്സ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നവർ വിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി ഞങ്ങളടക്കമുള്ള വിശ്വാസികൾക്ക് റാഷണാലിറ്റി കുറവാണെങ്കിൽ, കോമൺ സെൻസ് കുറവാണെങ്കിൽ ഞങ്ങളെ കുറെ കൂടെ ക്ലിയർ മൈൻഡും ലോജിക്കലും റാഷണലാക്കി വളർത്താനുള്ള ഒരു സ്പേസിലേക്ക് പോകണം. ഒരു സിസ്റ്റത്തെ ഉള്ളിൽ നിന്നേ നന്നാക്കാൻ കഴിയൂ, വെളിയിൽ നിന്ന് വിമർശിച്ചാൽ നന്നാവില്ല. ഉള്ളിൽ നിന്ന് അതിനെ നവീകരിക്കാനും നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് സ്പേസുകളുണ്ട്. ആ സ്പേസുകൾ നിങ്ങളടക്കമുള്ള ആൾക്കാർ യൂസ് ചെയ്യണം. ഇതുപോലത്തെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. നമ്മൾ വിശ്വാസികളും കണ്ടുപിടിക്കണം. എല്ലാ വിധത്തിൽ ഇൻഷാ അല്ലാഹ് അങ്ങേക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് രാഹുലീശ്വരം പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഇയാളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. കാരണം ഇയാൾ അങ്ങനല്ല ചിന്തിക്കുന്നത്. ഇയാളുടെ മനസ്സിൽ ഇസ്ലാമിന് അതിപ്പം മതം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന മൊയ്ലിയന്മാരുണ്ട്, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ നെക്കിക്കോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി മെസ്സേജ് ചെയ്യുന്ന ഉസ്താദ്മാരുള്ള കാലമാണ് ഇത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇയാളൊക്കെ വിളിച്ചിങ്ങാണ്ട് നിങ്ങൾ മതത്തിന്റെ ഉള്ളിൽ നിന്നുങ്ങാണ്ട് മതത്തിനെ നന്നാക്കണം, ഇതാക്കണം, അതിന്റെ പോരായ്മകളും തെറ്റുകളൊക്കെ നികത്തണം എന്ന് പറയുന്നത് വലിയൊരു അത് യോജിപ്പില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി ഈ സംവാദത്തിൽ എല്ലാം പക്ഷിയാണ്. ഇപ്പം ഈ സംവാദം മുഴുവനായിട്ട് റിയാക്ട് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഈ പാവപ്പെട്ടനൊക്കെ റിയാക്ട് ചെയ്താൽ ആര് കാണാനാ എന്നുള്ളതിനെ കൊണ്ട് അതൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണത്. ഇത്രയും നേരം എന്നാരും കാണുമെന്ന് എനിക്കറിയില്ല. ഏതെന്നാണെന്നുണ്ടെങ്കിലും ഞാനല്ലേ, അതാണ് എന്റെ പേടി. അപ്പൊ എല്ലാവർക്കും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷം, സമാധാനം, ആരോഗ്യമുള്ള ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ.